ഹലോ ഗൈസ്, നമസ്കാരം. അടുത്തൊരു കിളന്മാർ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മൂന്നാർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ വണ്ടീൻ്റെ സീറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഞാനിവിടെ ഹെവൻ ഇൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ് ഉള്ളത്. റിസോർട്ടെല്ലാം അടിപൊളിയാണ്. ഒരു തട്ടിക്കൂട്ട് സ്വിമ്മിംഗ് പൂളെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഡ്രൈവേഴ്സിനെ ക്യാരി ചെയ്യുന്നില്ല, അത് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേങ്കിൽ വേറെ കാര്യത്തിൽ അടിപൊളിയാണ്. അടിപൊളി ഫുഡാണ്, നല്ല ഫുഡ് ഡ്രൈവേഴ്സിന് തരുന്നത്. പക്ഷേങ്കിൽ അത് തരുന്ന രീതി നമ്മളെന്തോ ഒരു സുഖമില്ല രീതിയല്ല. പിന്നെ ഡ്രൈവേഴ്സിന് ഇവിടെ റൂമും ഇല്ല. നമ്മൾ ഇന്നലെ വണ്ടി തന്നെ ആയിരുന്നു തുടങ്ങിയത്. വണ്ടിയിലാണ് സെറ്റപ്പ്. രാവിലെ ഇന്നലത്തെ എൻഡിങ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് അടിപൊളി ഫുഡാണ്. പക്ഷേങ്കിൽ ഈ ഡ്രൈവേഴ്സിന് ക്യാരി ചെയ്യുന്നില്ല. ഈ റിസോർട്ടുകാരിൽ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളിത് ആടുന്ന ഇവിടുന്ന് പൊറുക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇറക്കിയാൽ ഇവർക്കും ബിസിനസ് ഇല്ല. ഡ്രൈവേഴ്സ് നല്ല രീതിയിൽ ഡ്രൈവേഴ്സിന് നോക്കുന്ന, നല്ല രീതിയിൽ നമുക്ക് റൂമും സർവീസും എല്ലാം തരുന്ന റിസോർട്ടുകാരുണ്ട്. നമുക്ക് ഇല്ലയെന്നല്ലേ. പക്ഷേ ഇതുപോലെയുള്ള ചില റിസോർട്ടുകൾ എന്താ പറയുക, ഒന്നും വേണ്ട, ഇവർക്കൊരു ചെറിയൊരു ഷെഡ് പോലെ കെട്ടിത്തന്ന മാടക്കിടന്ന് ഉറങ്ങിക്കോളും, കുഴപ്പമില്ല. പക്ഷെ കുളിക്കാനുള്ള സൗകര്യമെല്ലാം ഉണ്ട്, ഭക്ഷണമുണ്ട്, കിടക്കാനുള്ളൊരു സൗകര്യമില്ല. നമുക്ക് പ്രശ്നമില്ല. അമ്മീൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാം. നമുക്ക് വലിയ വണ്ടിയാണ്. ഇതാടൊക്കെ ഉണ്ടോ, ടാക്സി ഉണ്ടോ? ആ ടാക്സി നല്ല വയസ്സുള്ള ഒരാളാണ് മൂപ്പര്. ആ ഡിസയർ മൂപ്പര് അതിൻ്റെ തന്നെ കിടന്നുറങ്ങി. പിന്നെ ഇത് പ്രൈവറ്റ് വണ്ടിയാണ്. ഇന്നലെ 2-3 ടാക്സിക്കാരുണ്ടായി, അവരെല്ലാം ഇതിൽ തന്നെ കിടന്നുറങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ ഈ റിസോർട്ടിൻ്റെ വീഡിയോസും കാര്യമെല്ലാം എടുക്കണമെന്ന് വെച്ചാൽ. പക്ഷേ നമുക്ക് ഇന്നലെ ആ ഫുഡ് തന്ന രീതി കാരണം ബാക്ക് ഭാഗത്ത് അടുക്കളയിൽ പോയി അവിടെ പോയി കാത്തു നിന്ന് പ്രശ്നമില്ല, ഇതെല്ലാം പാർട്ട് ഓഫ് അവർ ജോബ്. പക്ഷേങ്കിൽ അവർ ഇന്ന് കെയർ ചെയ്യുന്നുണ്ട് ഡൈവേഴ്സിന്, അല്ലേ? അപ്പോൾ ഇപ്പം പിന്നെന്താ പോയൊക്കെ ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അടുത്ത് പോകേണ്ടത് മറയൂർ, കാന്തല്ലൂർ വഴി പൊള്ളാച്ചി നിന്ന് നേരെ പാലക്കാട് നേരെ കണ്ണൂർ. അപ്പോൾ ഇന്നത്തോടുകൂടി ഇന്നത്തെ ട്രിപ്പ് അവസാനിക്കും. ഇന്നലെ ചെറിയൊരു മോശം സംഭവം ഉണ്ടായിരുന്നു, അത് പറയാണ്ട് മനസ്സനുവദിക്കുന്നില്ല. പിന്നെ എന്തായാലും ബാക്കി ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് കാണാം. വീഡിയോസ് രസമാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലേ? അത്യാവശ്യം രസമുണ്ട്, അല്ലാണ്ട് കാണില്ല. പിന്നെ ബാക്കി അങ്ങനെ കാണാം. Pulling up black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit from the drama. Keep it coming, I'ma send you to your mama. Mr. Whip, get the guns out. Dropping bodies in the place till the sun's out. Can't fuck with this, I'm going to try. Cause when the bullets fly, I'm the last one to die. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റ് തന്നെ മാറി. ഇപ്പം നമ്മൾ മറയൂർ കാന്തല്ലൂർ റോഡ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളെ കാണിച്ചു തരാമെന്ന് വെച്ച് എന്നാ എൻ്റെ ഡ്രൈവിങ് കാണണ്ടേ. പുലി ചെറുന്ന് ഇറക്ക് പുലിയാണ്. കഴിഞ്ഞ ആഴ്ച എയർപോർട്ടിൽ നിന്ന് പൈലറ്റിന് തലവേദനയായിട്ട് ഒന്ന് ദുബായി പോയിട്ട് വന്നതിനെന്തര അമ്മ എന്തോ എടുക്കും, അല്ലേ? എന്തോ എടുക്കും, ഏത് വണ്ടി എടുക്കും, അല്ലേ? സൈഡാക്കണം, ഇവിടെ ഒന്ന് സൈഡാക്കണം. അപ്പോൾ വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വെച്ച് തന്നെ ബാക്കിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷമം തന്നെയാണ്. സൗണ്ട് ആയിക്കോളും. ഞാൻ തന്നോട്ടെ ആരാരോ ഈ സീറ്റിലിരുന്നിട്ട് കാണാൻ പറ്റും രസം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റെന്നാ പറയാം, നമ്മളിതെല്ലാം
ഇങ്ങനത്തെ റോഡെല്ലാം കാണാൻ ഒരു ഭയങ്കര രസം തന്നെയാണ്. അപ്പോൾ റിസ്ക് പരിപാടിയാണ്. പക്ഷേ റിസ്ക് പരിപാടി പ്രശ്നമില്ല. കയ്യിലെല്ലാം പിടിച്ചിട്ടിരിക്കുന്നത് ഇവിടെ നെറ്റിക്ക് കെട്ടിയിട്ടിട്ടില്ലേ. നല്ല ഓണല്ലേ. Hear it talking shit for the drama. Coming, I'ma send you to your mama. It's the whip, 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 with the guns out. Dropping bodies in the place till the sun's out. Can't fuck with me, so don't even try. Cause when the bullets fly, I'm the last one to die. നിലമ്പൂരിലേക്കാണ് മോനെ മറ്റേ ഇതിന്റെ റോൾസ് റോയ്സിന്റെ ഇതാക്കിയിട്ട് നമ്മളെ ഇന്റീരിയറിന് ഉപയോഗിച്ചിരുന്നു. നിലമ്പൂരിലേക്ക് മറയൂർ ചന്ദനത്തിന് ചന്ദനത്തില് ചന്ദനത്തിൽ പഠനം കടഞ്ഞിട്ടൊരു ചന്ദ്രിക. നമ്മളെ പ്രിയ റോഡിലൊന്നും നമ്മൾ ഒരിക്കലും കാണിക്കാൻ പാതയുടെ എന്താ പറയുക, ആ ഒരു വഴി വളരെ ചെറിയ മോശം റോഡാണെങ്കിലും ഡ്രൈവ് ചെയ്യാൻ നല്ല ഇറങ്ങുന്നുണ്ട്. കാറ്റിനുള്ളിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്കും ആ കാണുമ്പം തിരിയുന്നുണ്ടാവും ചിലപ്പം. കണ്ടില്ലേ? സോറി, ഹോൺ അടിക്കാൻ പറ്റില്ല എന്നാണ് സുഖു പറയുന്നത്. ഡൈബർ സുഖു, ഇതാണ് ഡൈബർ സുഖു. 1981 ഈ സാൻഡൽ സീഡ് ചെയ്തിട്ടുള്ളത്. നാടെ നമ്മളെ അതിൻ്റെ ഒരു ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ ഗോപ്രാണ്ട് കിട്ടുന്നില്ല. എന്നാലും ഫുള്ള് ചന്ദനത്തിനെ കൊണ്ട് കയറില്ല അല്ലേ. മാനത 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 തുറക്കണ്ട, ഇറങ്ങിയാ പോവും. ഇത് കണ്ട മാനിനെ കണ്ടിട്ട് മാന കണ്ടില്ലേ? അപ്പുറം അപ്പുറം കൊറേ എണ്ണതാ, ചറവറ മാനതാ, ലക്ഷക്കണക്കിന് മാനതാ അപ്പുറം. ഇത് മറ്റേ ജുറാസിക് പാർക്കിലെ മറ്റേ വണ്ടി വരിക കേട്ടാ. ദേ നോക്കൂ, മാനിന് പാലുണ്ടാവുക. പക്ഷെ മാനിന് പാലുണ്ടാവും. അപ്പൊ നമ്മള് ഇങ്ങനെ ശർക്കര ഫാക്ടറിന്റെ എൻട്രൻസിലേക്ക് എത്താൻ പോണം. അതായത് ചന്ദനക്കാട് കഴിഞ്ഞ് ഡോറ പറഞ്ഞ പോലെ മറയൂര് കഴിഞ്ഞ് ചന്ദനക്കാട് കഴിഞ്ഞ് ശർക്കര ഫാക്ടറി. അപ്പം ഇത് കണ്ടില്ലേ? ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അടുത്ത വീഡിയോയിൽ കൂടുതൽ ബോറടിപ്പിക്കാനാ. ബ്രോ ഇതിവിടെ ഇതാണ് മറയൂർ ചന്ദനത്തിന്റെ ലാളനയായിട്ട് വളർന്ന കുട്ടികളാണ് ഇവിടെ പുറത്തുള്ളത്. ഓക്കെ, ഒരു ഓട്ടോ വരുന്നുണ്ട്. അത് താഴേക്ക് ഇറക്കൂല പോലും മൂപ്പറ്. അതിലേക്ക് ഇറക്കി കണ്ട ഇറക്കും. നമ്മളെ വണ്ടി അത്രയും വലിയ വണ്ടിയാണ്. അതുകൊണ്ട് ഓ കാന്തല്ലൂർ അല്ലേ? കാന്തല്ലൂർ ബ്രോ. ശരിക്കും നമ്മളൊന്നല്ല ഭാഗ്യവന്മാർ, ഈട് നിൽക്കുന്നവരെ ഭാഗ്യവന്മാർ. ശുദ്ധമായ എയർ, ശുദ്ധമായ വെള്ളം. പിന്നെ ഇടക്കിടക്ക് ഒന്ന് ആന വരും, ചിലപ്പം സിംഹം വന്ന് എത്തി നോക്കും. അതൊന്നും പറഞ്ഞ കാര്യമില്ല, അതൊന്നും പ്രശ്നം. അങ്ങനെ ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ബസ്സെല്ലാം അടിച്ചിട്ട് ആൾ വരിക്കുന്നില്ല. അത് കൊല്ലത്തിലടിക്കല്ല, ആന വരുന്നില്ല. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നല്ല സമാധാനത്തിൽ ജീവിക്കാൻ പറ്റില്ല ഇവർക്ക്. അപ്പം നമ്മൾ ശർക്കര ഫാക്ടറിയുടെ അടുത്തെത്തി. നമുക്ക് തോന്നുന്നു ഇവർ മിക്കവാറും ഇവരെല്ലാം ശർക്കര ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആയിരിക്കും അല്ലേ? എന്നാ ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ ഒരു നാടനെ പുതുതായിട്ട് ഉണ്ടാവുന്ന. എന്നാൽ ഇവിടെ എങ്ങനെ ശർക്കര ഫാക്ടറി വന്ന് നല്ല കരിമ്പെല്ലാം കിട്ടും. കരിമ്പെല്ലാം കടിച്ചു കൊണ്ടാണ് ഇവിടെ ഇടുമല്ലേ? നല്ല തോഴ്. ഇതല്ലേ അപ്പുറത്തല്ലേ? ഇത് സ്കൂളിലെ അമ്മ ഉള്ളു കയറാൻ പറ്റൂല്ല. കയറുമല്ലേ? ഇല്ലേ കയറും. ആ ഉണ്ടല്ലേ, അപ്പുറത്ത് ഉണ്ടല്ലേ.
എടുക്കാനുണ്ടാവും വീടില്ല താല് ബാത്റൂമെല്ലാം പോണെങ്കിൽ ഇടയിൽ പോവാം. അയ്യോ 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 സോറി സോറി ഞാൻ ഡോർ ക്ലോസ് വെച്ചിട്ട് തുറന്നു നോക്കിയതാണ് സോറിയേ. ശർക്കര ഫാക്ടറി ഇതാണ് വ്യൂ കണ്ടോ. അത് ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് കാണുന്ന സുഖം വേറെ ഒരു സീറ്റിലും കിട്ടൂല മോനെ അല്ലേ? അല്ലേടാ KSRTC വരുമ്പോൾ നമ്മൾ സൈഡായി കൊടുക്കണം, ഇല്ലെങ്കിൽ KSRTC നമ്മളെയും കൊണ്ടുപോകും. കണ്ടോ KSRTC കയറുന്നുണ്ടേ. എത്രത്തോളം കിട്ടുന്നുണ്ടോന്ന് അറിയുന്നില്ല. KSRTC അപ്പുറം ആ മൂലക്ക് വെക്കാം അല്ലേ? നമുക്ക് ഇതേ അഭ്യാസം കളിക്കേണ്ടി വരില്ല, ശരിയടിപ്പിക്കാം അല്ലേ? നമ്മൾ അഭ്യാസം കളിക്കേണ്ടി വരും. കണ്ട KSRTCൻ്റെ അഭ്യാസം കണ്ടേ? കണ്ട ബാക്കോട്ട് മുമ്പോട്ട് ബാക്കോട്ട് കഷ്ടപ്പാടാണ്. ഇങ്ങനെയെല്ലാം കഷ്ടപ്പെടണായിരുന്നു. പുതിയ ഡ്രൈവറാണ്. അപ്പുറത്തേക്ക് വാരി വലിച്ചു പിടിച്ചാൽ കിട്ടൂലേ? ഒന്നിലെടുത്ത് ശീലം ഉണ്ടാവില്ല അല്ലേ? ഇത് നമ്മളെ KSRTC ആനവണ്ടി വരുന്നുണ്ട്. ആനവണ്ടീൻ്റെ ഡ്രൈവർ സുഗു ഡ്രൈവർ. ഇപ്പുറത്തെ വരാൻ മതി. തിരിച്ചു വരുമ്പോ ഇവിടെ എത്തിയിട്ട് ചായ പിടിക്കാം. ഈ ഗോപ്രൊക്കെ ക്ലിയർ ഉണ്ടാവുമോ? ഇത് വെള്ളം കയറില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ മൂന്നാർ മറയൂർ യാത്രയുടെ വീഡിയോ ഈ ഒരു വീഡിയോയോട് കൂടി അവസാനിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഈ ഫോണൊന്നും അതുപോലെ തന്നെ GoPro ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ അല്ല, ഇൻഷാ അല്ലാഹ് 2 ദിവസം കൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.